ചർച്ചിലേക്ക് ബ്രദർ എടുത്തുകൊണ്ട് വന്നു. എങ്കിലും മടങ്ങി പോകുമ്പോൾ തനിക്ക് നടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം അത്ഭുത സൗഖ്യം നൽകി. അവിടെ മുടന്ന് നിങ്ങൾക്ക് കാണാനുണ്ടോ? നിൽക്കുമ്പോൾ ബുദ്ധിമുട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നോ? അങ്ങയുടെ ശക്തി കുടുംബത്തിന് മേൽ ചലിക്കുന്നത് നന്ദി അപ്പാ. നടന്നതും ഇരുന്നതും ഒക്കെ കണ്ട ആളുകൾക്ക് അറിയാം അവൾ എത്ര വേദന സഹിച്ചാ നടന്നതെന്ന്. മോളൊന്ന് എഴുന്നേക്കോ. മോളുടെ ഉള്ളിൽ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ദൈവത്തിന് ആവശ്യമുണ്ടോ എന്നൊരു സംശയമുള്ളത്. അവൾ നിൽക്കാൻ പറ്റുന്നില്ലേ? നിനക്ക് കാലുവേദനയാ? പറ, അവൾക്ക് എന്തുവാ പ്രയാസം? നിൽക്കാൻ പറ്റുന്നില്ല? മറുപടി പറ അവളെ. നിങ്ങളെ കാര്യം നമ്മൾ മിറക്കിൾ സൺഡേയിലാണ് നിൽക്കുന്നത്. മിറക്കിളുകളാണ് നമ്മൾ കാണേണ്ടത്. നിൽക്കാൻ പറ്റത്തില്ല. വേദനയാ കാലിനെ? ഒരു കാലം ഉറപ്പിച്ചിട്ടില്ല. സൂളി മുളങ്ങ് ചെന്നേടി. സൂളി മോളെ, നിനക്ക് നടക്കാൻ പറ്റത്തില്ല. വേദനയാ? നിൽക്കാൻ ഒക്കത്തില്ല, അത്ര വേദനയാ. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിനക്കൊരു കാര്യം മനസ്സിലാവുന്നു. നിന്റെ മുകളിൽ എന്തോ ഒന്ന് മൂടുന്ന് അറിഞ്ഞൂടെ? സംതിങ് ഈസ് കമ്മിങ് അപ്പോൺ യു. അങ്ങ് മനസ്സിലാവുന്നോ? നിന്റെ ശരീരം വിറയ്ക്കുന്നത് നിനക്കറിയാവോ? ആ വിറയ്ക്കുന്നത് ഞങ്ങൾ വിളിക്കുന്ന, നീ പറയുന്ന യേശു ജീവിക്കുന്നു എന്ന് പറയുന്ന കർത്താവിന്റെ കരമാണ്. അവള് മുടന്ന് നിങ്ങൾക്ക് കാണാനുണ്ടോ? നിൽക്കുമ്പോൾ ബുദ്ധിമുട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്നോ? ശ്രദ്ധിക്കുന്നവരുടെ കരം ഉയർത്തിക്കേ. ഇപ്പോൾ ആ കൈകാലുകളിൽ ബലം ഉണ്ടാകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ കാലുകളിൽ ബലം ഉണ്ടാകട്ടെ അപ്പാ. ആ കാലുകളിൽ ബലം ഉണ്ടാകട്ടെ. സോളിമോളെ കാലി കൈ വയ്ക്കട്ടെ. മോളെ ഒന്നും കൂടെ അവളുടെ മെല്ലെ കൈ പിടിച്ച് നടത്ത്. മോളെ പുറത്തോട്ട് പോവാ. മുടന്തല്ലേ? എന്റെ സങ്കേതമാണ്, എന്റെ കോട്ടയാണ്. ഇനി അവളോട് തനിയെ നടക്കാൻ പറ സോളി. മോളെ എന്നെ നോക്കിക്കേ. നിനക്ക് വേദന കൂടുന്നോ വേദന കുറയുന്നോ? യേശു നിന്നെ തൊടുന്നത് എനിക്ക് കാണാടി മോളെ. നമ്മൾ ഓടണം. നാളെയല്ല ഓടേണ്ടത്, ഇപ്പൊ ഓടണം. Power to manifest, Lord. എന്റെ സങ്കേതമാണ്, എന്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കും. ചെറുപ്പോളം ഇപ്പോൾ അവിടെ ഓടി നടക്കട്ടെ. അങ്ങയുടെ ശക്തി ആവരികട്ടെ. എന്റെ സങ്കേതമാണ്, എന്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കും. കുറച്ചും കൂടെ സ്പീഡിൽ നടന്നേ. മോളെ നോക്കിക്കേ, വേദന കുറയുമല്ലേ? ആ സ്ട്രെയിൻ കുറഞ്ഞില്ലേ മോളെ? പറ. നിന്റെ ഹിപ്പിനെയും കൂടെ കർത്താവ് തൊടുക. കാല് വയ്ക്കുമ്പോ ഹിപ്പ് പിടിക്കുന്നു, അങ്ങനെയല്ലേ? മേലോട്ടങ്ങ് വേദന വരുവാ. ആ കരം ഉയർത്തിക്കേ. ഈ മോളിൽ പുറകെ ഒരാൾ നിന്നോ. കർത്താവിന്റെ ശക്തി അവളെ തൊടുക. Now the name of Jesus, the power of the Holy Spirit. എന്റെ സങ്കേതമാണ്, എന്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കും. എന്റെ ദൈവമാണ്, എന്റെ സങ്കേതമാണ്, എന്റെ കോട്ടയാണ്, ഞാൻ ആശ്രയിക്കും. എന്റെ ദൈവമാണ്. വേദനിച്ചോ? നടക്ക. എന്റെ സങ്കേതം. നീ എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുമ്പോ ചിരിച്ചോണ്ടിരുന്നേ? പറ. എന്താ നീ ചിരിച്ചേ? ആ കാലി മൊത്തം നീരാ. അതാണ് നീ ചിരിച്ചേ. അതിന്റെ ഞാൻ കാലി നീരുള്ള സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോ നീ എന്തിനാ ചിരിക്കുന്നേ? God loves you. യേശുവിന് നിന്നെ ആവശ്യമുണ്ടോ? എന്റെ സങ്കേതമാണ്. ആ കരം ഉയർത്തിക്കേ. അങ്ങയുടെ ശക്തി കുടുംബത്തിന് മേൽ ചലിക്കുന്നതിന് നന്ദി അപ്പാ. അങ്ങയുടെ ശക്തി കുടുംബത്തിന് മേൽ ചലിക്കുന്നതിന് നന്ദി അപ്പാ. ആ ഇരുട്ടിന്റെ ബലം ഇവിടെ വിട്ടുപോട്ടെ. എന്റെ ഒന്നും കൂടെ എഴുന്നേൽപ്പിക്കോളി. എന്റെ സങ്കേത ജോയിന്റ് മോൾ എന്നോട് ഒന്ന് പറഞ്ഞത്
ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു തീ വന്ന് നിന്നെ തൊടുന്നു കണ്ടു. ചിലരെ ആ തീ തൊടട്ടെ. The fire of God. നിന്റെ കാലിന് ബലം വരുന്ന അറിയോ? നേരത്തെ ആടിപ്പോകുന്ന കാലിന് ഇപ്പൊ ഉറച്ച് ചവിട്ടാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. നിങ്ങൾ ആരും കേട്ടില്ലല്ലോ. ഇവളുടെ നിരാശ ഇവളോട് പറഞ്ഞത് ഇനി ഒരിക്കലും ഇവള് തിരിച്ചു വരത്തില്ലെന്നാ. പക്ഷെ യേശു എന്നോട് പറഞ്ഞത് ഇവൾക്കൊരു പുതിയ ജീവിതം ഉണ്ടാകുന്നു. മനുഷ്യർക്ക് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് സാധ്യമാണ്. ഈ മോള് അന്ന് നടന്നതും ഇരുന്നതും ഒക്കെ കണ്ട ആളുകൾക്ക് അറിയാം അവൾ എത്ര വേദന സഹിച്ചാ നടന്നതെന്ന്. ഒരു ചെറുപ്പക്കാരും അങ്ങനെ കാണിക്കത്തില്ലല്ലോ വേദനയില്ലാതെ. നാണക്കേടല്ലേ? അതുമല്ല, ഒരു പ്രൊഫഷനിൽ ഇരിക്കുന്ന ഒരാള് തനിക്കുണ്ടായ സൗഖ്യത്തെ ധൈര്യപൂർവ്വം പറയണമെങ്കിൽ ദൈവം നൽകി എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ദൈവം ചെയ്ത വലിയ കാര്യത്തിന് നന്ദി പറഞ്ഞേ. എന്തെങ്കിലും പറയാനുണ്ടോ അതിനകത്ത്? ബ്രദറെ പ്രാർത്ഥിച്ചതിനെ തുടർന്ന് തൻ്റെ വേദന മാറി ചർച്ചിലേക്ക് ബ്രദർ എടുത്തുകൊണ്ട് വന്നു. എങ്കിലും മടങ്ങി പോകുമ്പോൾ തനിക്ക് നടന്നു പോകുവാൻ തക്കവണ്ണം ദൈവം അത്ഭുത സൗഖ്യം നൽകിയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. കൂടാതെ 2020 സിസ്റ്ററിന്റെ SLE റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അതിനു മുന്നേ തന്നെ സെക്കൻഡറി ഹിമോലൈറ്റിക് അനീമിയ തുടങ്ങിയിരുന്നു. HB വല്ലാതെ കുറയുന്ന ഒരു രോഗമായിരുന്നു അത്. അതിനെ തുടർന്ന് സിസ്റ്റർ ഫുഡ് എടുക്കുമ്പോൾ വോമിറ്റിംഗ് ഉണ്ടാവും. അതുകൊണ്ട് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് കഴിഞ്ഞ ആഴ്ച ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയതിനു ശേഷം തനിക്ക് ആവശ്യത്തിന് ഭക്ഷണം എടുക്കാം, വോമിറ്റിംഗ് ഇല്ല, നല്ല ആരോഗ്യത്തോടുകൂടെ കർത്താവ് കാത്തു പരിപാലിച്ചു. കൂടാതെ സിസ്റ്ററിന് 2013 വരെ തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്നാൽ സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് 2013 നമ്മുടെ ചർച്ചിന്റെ കൺവെൻഷൻ വിളപ്പിൽ ശാലയിൽ നടക്കുമ്പോൾ ബ്രദറിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം തൈറോയിഡ് തന്നെ സൗഖ്യമാക്കി എന്നാണ്. ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടും, ഓ ഹല്ലേലൂയ പാടും. ഒന്നുകൂടെ തുള്ളിച്ചാടി ഹല്ലേലൂയ പാടും, ഓ ഹല്ലേലൂയ പാടും. ഒരിക്കൽ കൂടെ ഓ ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും, ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഡോക്ടർ ആയിക്കോ, അനേകരെ ആശ്വസിപ്പിക്കാൻ ഒരു ഡോക്ടർ നല്ലതാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ മോളൊരു ശുശ്രൂഷകയാകണം. ഞാൻ നീ ഇവിടെ നിൽക്കുമ്പോൾ നിന്റെ തലയിൽ ഒരു കിരീടം ഇരിക്കുന്നത് കാണാം. സ്പിരിച്വൽ ഞാനിത് പറയുമ്പോൾ നിന്റെ ശരീരത്തിൽ ഒരു ഷിവറിങ് വന്ന് കാണും. അത് നിന്റെ മേൽ വ്യാപരിക്കപ്പെട്ട ഒരു അഭിഷേകമാണ്. നീ കർത്താവിന്റെ ഒരു പ്രൊഫറ്റസ് ആയിട്ട് പുറത്തു പോവാ. അനേകരോട് ദൂത് പറയുന്ന, അനേകരോട് കർത്താവിന്റെ വചനം പങ്കുവെക്കുന്ന, ജീവിക്കുന്ന ഒരു യേശുവിനെ പറയുന്ന. ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. കർത്താവേ, നിന്റെ മകൾ ദേശത്ത് പ്രയോജനപ്പെടട്ടെ. ഇവിടെ പുറകെ ഒരാൾ കൂടെ നിന്ന് രാജ്യങ്ങൾ ഇവിടെ അറിയട്ടെ. ഞാൻ ഇവിടെ കൈ തൊട്ടപ്പോ എനിക്ക് തോന്നുക ഒരു രാജ്ഞിയെ തൊടുന്ന പോലെ തോന്നുക. ദൈവരാജ്യത്തില് അതുപോലെ പ്രയോജനപ്പെടാനായി പോകുന്നു. കർത്താവ് ഒരാൾക്കായിട്ട് തരത്തില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് വേണമെങ്കിൽ ചാടി പിടിച്ചോ. അതാ I release it, Lord. ഒരു പ്രിൻസസിനെ പോലെ ചിലർ എഴുന്നേൽക്കട്ടെ. ഒരു പ്രിൻസസിനെ പോലെ ചിലർ എഴുന്നേൽക്കട്ടെ. ദൈവരാജ്യം കെട്ടുപണിയുന്ന ഒരു പ്രിൻസസിനെ പോലെ ചിലർ എഴുന്നേൽക്കട്ടെ. Thank you, Holy Spirit. We release it. യൂട്യൂബിൽ എന്നെ കാണുന്നവർ, ഫേസ്ബുക്കിൽ എന്നെ കാണുന്നവർ, ഇപ്പോൾ ആത്മാനുഭവം ഉണ്ടാകട്ടെ. ഇപ്പോൾ ആത്മാഭിഷേകം ഉണ്ടാകട്ടെ. Right now. ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും, ഹല്ലേലൂയ പാടും,
ഹല്ലേലൂയ കർത്താവേ അങ്ങയുടെ ശക്തി ശരീരത്തിൽ വ്യാപരിക്കട്ടെ ഒരു പുതിയ നിറം ഉണ്ടാകട്ടെ filled with anointing Lord oh hallelujah